സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ നടക്കുന്നതെല്ലാം പൊതുസമൂഹത്തെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മോഹൻലാലും സംഘവും രാജിവെച്ചു പോയതോടെ നാഥനില്ല കളരിയായ അമ്മയിൽ പുതിയ തെരഞ്ഞെടുപ്പിൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നു. മെമ്മറി കാർഡ് കാട്ടിയുള്ള ഭീഷണി പോലും മത്സരിക്കാൻ തയ്യാറായി എത്തിയവർക്ക് നേരെ. തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച കൂടിയുണ്ട്. ഇനി എന്തെല്ലാം കാണേണ്ടി വരുമോ? ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആരോപണ വിധേയം ആയിട്ടുള്ള ആൾക്കാർ അമ്മയിൽ ഉണ്ടാവുന്നതും അവരുടെ തലപ്പത്ത് നിൽക്കുന്നതിലേ ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ് നമ്മളെപ്പോഴും കുറേ നാളുകളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ ദുഃഖമുണ്ട്. അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പര്യവസാനം ഉണ്ടാവും. ഒരു തീരുമാനം എടുത്തിട്ട് ഇതിനകത്ത് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ എം എ ഫൈറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞ അതിനെ ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ ബാബുരാജ് മത്സരിക്കുന്നു, പക്ഷേ അതിനു മുമ്പ് ആരോപണ വിധേയരായ ആൾക്കാർ ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യം എടുത്തോളൂ. സിദ്ദിഖിന് ആരോപണ വിധേയനായ ആ നിമിഷം അയാൾ രാജിവെച്ചു, വെയിറ്റ് ചെയ്തിട്ടില്ല. ഈ അലിഗേഷൻ വന്ന ഉടനെ രാജിവെച്ചു. അതേപോലെ തന്നെ ഇതിന് കുറച്ച് സമയമെടുത്തെങ്കിലും ഇടവേള ബാബു, വിജയ് ബാബു എല്ലാവരും അങ്ങനെ രാജിവെച്ച് പോയി. ഈ ബാബുരാജ് മാത്രമാണ് ഇങ്ങനെ വളരെ എഡമൻ്റായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ആരോപണ വിധേയരായ ആൾക്കാർ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ പറയാം. അമ്മയിൽ ആരൊക്കെ ആരുടെയൊക്കെ പക്ഷം എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഭാരവാഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അമ്മ പിടിക്കാൻ തന്ത്രങ്ങൾ. സ്ത്രീകൾ നയിക്കട്ടെ എന്ന മുദ്രാവാക്യം തുടക്കത്തിലേ കേട്ടതാണ്. അമ്മയിലെ പെൺമക്കൾ എന്ന കൂട്ടായ്മയും ഉണ്ടായി. ആരോപണ വിധേയർ ഭരണത്തിൽ ഉണ്ടാവരുത് എന്ന ആവശ്യവും. പിന്മാറാൻ തയ്യാറാകാതെ ജനറൽ സെക്രട്ടറിയാകാൻ കരുക്കൾ നീക്കിയ ബാബുരാജിന് എതിർപ്പ് നേരിടാനാകാതെ മാറേണ്ടി വന്നു. തുടക്കത്തിലെ കണ്ട ഗ്രൂപ്പുകളിൽ അല്ല ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. വനിതകൾ ഭരിക്കട്ടെ എന്ന നിലപാടിലും മാറ്റം. ശ്വേതാ മേനോനെതിരെ മത്സരിച്ച് സ്ത്രീവിരുദ്ധ നിലപാടുകാരൻ എന്ന ഇമേജ് വരാതിരിക്കാൻ ജഗദീഷ് പിന്മാറി. എന്നാൽ അമ്മയിൽ തിരുത്തലിനായി എത്തിയ ദേവൻ ശ്വേതാ മേനോനെതിരെ മത്സരരംഗത്ത്. ആര് വേണമെങ്കിലും ജയിക്കാം. വനിത നയിക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ വനിതയ്ക്കെതിരെ തന്നെ മത്സരം. ശ്വേതാ മേനോൻ അമ്മയെ നയിക്കാൻ യോഗ്യയല്ലെന്ന് വനിതകളായ അംഗങ്ങളും പറഞ്ഞു തുടങ്ങി. ജനറൽ സെക്രട്ടറിയായി തിരുത്തലിന് രംഗത്തെത്തിയ രവീന്ദ്രനും എതിരാളിയായി വന്നത് കുക്കു പരമേശ്വരൻ. ഇതിൽ കുക്കു പരമേശ്വരനെതിരെ വലിയ ആരോപണമാണ് വരുന്നത്. മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യം. അമ്മയിലെ നടിമാരെ ചതിച്ചെന്ന ആരോപണം. നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുവാണ്, ലേഡീസ് കൂട്ടായ്മ ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് തിരുവനന്തപുരത്ത് നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അമ്മയുടെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്ത് തന്നു. പക്ഷേ അതന്ന് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ 2 ക്യാമറ അപ്പുറം ഓണായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ, നമ്മളത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു. അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയും പ്രിയങ്കയെ കൂടി ചോദിച്ചു, എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞല്ല, നമ്മുടെ ഇത് കാണിക്കണമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതവിടെ വെച്ച് നമ്മൾ ആ കൂട്ടായ്മ നടന്നുമില്ല. പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കുവിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചു നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി വേണ്ടൊരു പറച്ചിലുണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലാണ്? ഇത് എവിടെ? ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത്, കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. മുഴുവൻ ഞാൻ കേട്ട സാക്ഷിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പാവങ്ങളായ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവരെല്ലാം വിശ്വസിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്.
അതിൽ ഒരു കാര്യം ഞാൻ ഈ അടുത്ത ശ്രദ്ധയിൽ അത് ലീക്കായത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെങ്ങനെ ലീക്കായി? ആ ഹാർഡ് ഡിസ്ക് ഇത് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം നമുക്ക് കിട്ടണം, നമുക്കത് കണ്ടിരിക്കണം. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇത് വെറുതെ കളയേണ്ട ഒരു കാസറ്റോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ത്രൂ വലിച്ചെറിയേണ്ട സാധനമല്ല ഇത്. ഓരോരുത്തരുടെ മനസ്സിനകത്തുനിന്ന് സങ്കടം കൊണ്ട് വന്നിരിക്കുന്ന കുറേ കരഞ്ഞു പറഞ്ഞ വാക്കുകളാണ്. അത് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോലുള്ളവർക്ക്, ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ട്, ചിലപ്പോൾ ഞാൻ അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ വരികയില്ല. ഉണ്ടായിരുന്നുകൊണ്ട് ആ സാധനം നമുക്ക് വേണം, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് കുക്കുവിനോട് യാതൊരു എതിരഭിപ്രായവും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരം പേരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മനസ്സിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ നമ്മൾ കൂടെയുണ്ട്. അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്ന എനിക്ക് അവരുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ സംസാരിച്ച ഓരോ വേർഡും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് ഒരു പേര് ഞാനിപ്പോൾ ലീക്കായി കേട്ടു. ആ കേട്ടത് ഇനിയും തുടർന്ന് എന്തെങ്കിലും ആവുമോ, ആ ഡിസ്ക് എവിടെ, ആരുടെ കയ്യിലുണ്ട്, അതറിയേണ്ട ഒരു അവകാശം നമുക്കില്ലേ? നമ്മൾ ഈ പറഞ്ഞവർക്കില്ലേ? നടിമാരുടെ കൂട്ടായ്മയുടെ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തി അതുപയോഗിച്ച് നടന്മാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണവും. വൈസ് പ്രസിഡന്റ് പദത്തിലേക്കും വിഴുപ്പലക്കൽ. പഴയ കമ്മിറ്റിയിലെ ജയം ചേർത്തല മത്സരിക്കുന്നതിനെ എതിർത്ത് നാസർ ലത്തീഫ്, ഒപ്പം ലക്ഷ്മിപ്രിയയും. നാസർ ലത്തീഫിന്റെ അശ്ലീല ഓഡിയോ പ്രചരിക്കുന്നതും അമ്മ സംഘടനയ്ക്ക് നാണക്കേടാണ്. ജയം ചേർത്തലയെ ഫോണിൽ വിളിച്ചാണ് അശ്ലീല സംഭാഷണം. ഇങ്ങനെയാണെങ്കിൽ ഇനിയും പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. ആരോപണം നേരിടുന്നതിനാൽ അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ കഴിയാത്തവർ നിഴൽ യുദ്ധത്തിലും പ്രോക്സി വാറിലുമുണ്ട്. തടി കേടാകാതിരിക്കാൻ പതിവ് പോലെ മുൻനിര താരങ്ങൾ മൗനത്തിൽ. അത്രത്തോളം പ്രമുഖരല്ല ഇത്തവണ അമ്മ ഭരിക്കാൻ മത്സരിക്കുന്നതിൽ കൂടുതലും. സാമ്പത്തിക തിരിമറി പോലും അമ്മയിൽ നടന്നുവെന്ന ആരോപണം ചെറുതല്ല. അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് പരസ്യമായി ഇത് പറയുന്നതും. ഇത് നിസ്സാരമല്ല. ഭരണത്തിൽ വന്നാൽ ഇതൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് തിരുത്തൽവാദികൾ. തിരുത്തലിന് വന്ന് മറുകണ്ഠം ചാടിയവർ. പൊതുസമൂഹത്തിന് മുന്നിൽ താരസംഘടനയിലെ ചെയ്തികൾ പുറത്തു വരികയാണ്. അവരിൽ നിന്ന് തന്നെ.